ഹലോ, വെൽക്കം ടു ഞാൻ ഓൺലൈൻ PSC ക്ലാസ്. ഇനി LDC LGS എക്സാമുകൾക്ക് 85 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കറക്റ്റായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ രജത ജൂബിലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 625 ചോദ്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. അബ്ദുൽ ഗഫാർ ഖാനാണ് ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണി അമ്മ. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണി അമ്മ. ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇന്ദിരാഗാന്ധി ഇങ്ങനെ ആഹ്വാനം ചെയ്തത്. ഗരുഡ ഏതൊരു രാജ്യത്തിൻ്റെ എയർലൈൻസ് ആണ്? ഇന്തോനേഷ്യ. ഗരുഡ ഏതൊരു രാജ്യത്തിൻ്റെ എയർലൈൻസ് ആണ്? ഇന്തോനേഷ്യ. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം സിംഹം. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. 1972 കടുവ ദേശീയ മൃഗമായത്. കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏതു ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ജീവശാസ്ത്രത്തിൽ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത്? ചാൾസ് ഡാർവിൻ. ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ചാൾസ് ഡാർവിൻ. ചോക്കിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ്. ചോക്കിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ്. കണ്വ വംശത്തിലെ അവസാനത്തെ രാജാവ് സുശർമൻ. സുശർമനാണ് കണ്വ വംശത്തിലെ അവസാനത്തെ രാജാവ്. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബാല ഏതു രാജ്യത്താണ്? ഇറാഖ്. ഇറാഖിലാണ് ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബാല സ്ഥിതി ചെയ്യുന്നത്. ഖലീഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അലി സഹോദരന്മാർ. സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം കേപ്പ് ടൗൺ. സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കേപ്പ് ടൗൺ. സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്ന പേര്? മങ്ങാട്ടച്ചൻ. സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? മങ്ങാട്ടച്ചൻ. ഭരണഘടനയുടെ 1ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക 9ാം പട്ടിക. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര്? മാർഗരറ്റ് എലിസബത്ത് നോബിൾ. മാർഗരറ്റ് എലിസബത്ത് നോബിൾ സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര്. ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി? രാജീവ് ഗാന്ധി ഖേൽരത്ന. രാജീവ് ഗാന്ധി ഖേൽരത്നയാണ് ഇന്ത്യയിൽ കായിക രംഗത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പവിത്ര നഗരം? ജെറുസലേം. യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പവിത്ര നഗരം ഏതാണ്? ജെറുസലേം. ഫ്രാൻസിലെ ആദ്യ റിപ്പബ്ലിക് സ്ഥാപിതമായ വർഷം? 1792. 1792 ഫ്രാൻസിലെ ആദ്യ റിപ്പബ്ലിക് സ്ഥാപിതമായത്. ഗൂർഖകൾ ഏത് രാജ്യത്തെ ജനവിഭാഗം? നേപ്പാൾ. ഗുപ്തവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം? ഗരുഡൻ. ഗുപ്തവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ഗരുഡൻ. ടെൻസിംഗ് നോർഗയുടെ ആത്മകഥ? ടൈഗർ ഓഫ് സ്നോസ്. ടൈഗർ ഓഫ് സ്നോസ് ടെൻസിംഗ് നോർഗയുടെ ആത്മകഥയാണ്. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെയാകാം? 60 വരെയാകാം. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത്? പിക്കാസോ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ. സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ? ഫെർഡിനാൻഡ് ലെപ്പീൻസ്. ഫെർഡിനാൻഡ് ലെപ്പീൻസ് ആണ് സൂയസ് കനാൽ നിർമ്മിച്ചത്. സദേൺ റെയിൽവേയുടെ ആസ്ഥാനം? ചെന്നൈ. സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേര്? നമീബിയ. നമീബിയ എന്നാണ് സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേര്. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച വർഷം? 1956. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ നാസറാണ് ദേശസാൽക്കരിച്ചത്. സൂയസ് കനാൽ ദേശസാൽക്കരിച്ചത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ നാസറാണ്. വർഷം 1956. സൗരയൂഥം കണ്ടുപിടിച്ചത്? കോപ്പർനിക്കസ്. ഗൗളി ഗാത്രം ഏതു കാർഷിക വിളയുടെ ഇനമാണ്? തെങ്ങ്. സൗരോർജ്ജം ഭൂമിയിലെത്തുന്ന രീതി? വികിരണം. സൗരോർജ്ജം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? വികിരണം. സാമൂതിരിയുടെ നാവികസേനാ മേധാവി? കുഞ്ഞാലി വരയ്ക്ക. സൗരയൂഥത്തിന് സൗരോർജ്ജം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 500 സെക്കൻഡ് അഥവാ 8 മിനിറ്റ് 20 സെക്കൻഡ്. അത്രയും സമയം കൊണ്ടാണ് സൗരോർജ്ജം ഭൂമിയിലെത്തുന്നത്. രീതി വികിരണം. സ്നെല്ലൻ ചാർട്ട് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത്? കാഴ്ചശക്തി. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കാനാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത്. ജലത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത്? വെന്നീസ്. ജലത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് വെന്നീസ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ? സി രാജഗോപാലാചാരി. രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ, ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ. ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന്? ആസ്പിരിൻ. ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന് ഏതാണ്? ആസ്പിരിൻ. ജലദോഷത്തിന് കാരണം? വൈറസ്. വൈറൽ ഫീവർ എന്നൊക്കെയാണല്ലോ നമ്മൾ ജലദോഷപ്പനിക്ക് പറയാം.
സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് ആരുടെ ആത്മകഥയാണ്? കപിൽ ദേവ്. സ്ട്രൈറ്റ് ഫ്രം ഹാർട്ട് കപിൽ ദേവിൻ്റെ ആത്മകഥയാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം. സ്പൈസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. സ്പൈസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ചീഫ് സെക്രട്ടറി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി. സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകം എന്ന് പറഞ്ഞത് കീറ്റസ്. കീറ്റസ് ആണ് സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകം എന്ന് പറഞ്ഞത്. സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ശില്പി ഹോച്ചിമിൻ. ഹോച്ചിമിൻ ആണ് സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ശില്പി.